ചെറിയൊരു പണി കിട്ടി. അതായത് ഈ വാഹനം നമ്മൾ 4 ലക്ഷം റുപ്യ ക്യാഷ് ബാക്ക് ഒരു വാഹനം എടുക്കുമ്പോൾ അങ്ങോട്ട് 4 ലക്ഷം റുപ്യ കൊടുക്കാം. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം 11.5 ലക്ഷം രൂപ ലോൺ കിട്ടും. 2 ലക്ഷം റുപ്യ ക്യാഷ് ബാക്ക് കിട്ടും. ഫുള്ള് ലോണും ചെയ്യുക, ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. ഫുള്ള് ലോണ് കസ്റ്റമർക്ക് 1-ാം തീയതിക്ക് മുമ്പായിട്ട് എടുക്കുന്ന കസ്റ്റമർക്ക് എല്ലാത്തിനും ആൻഡ്രോയിഡ് സ്റ്റീരിയോ അങ്ങനത്തെ വണ്ടികൾ നമ്മൾ വിൽക്കുന്ന, അല്ലാതെ റീപ്ലേസ് ഉള്ള വണ്ടികളല്ല. 8 മോഡൽ മറാസോ കസ്റ്റമർക്ക് 3 ലക്ഷം രൂപ കസ്റ്റമർക്ക് കൊണ്ടുപോകാം. 3 ലക്ഷം രൂപ കസ്റ്റമർക്ക് ക്യാഷ് ബാക്ക് ഓഫർ. ഇയർ എൻഡിങ് ഓഫർ ആണ്. 2 ക്യാഷ് ബാക്ക് ഓഫർ. കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് 50,000 മുതൽ 4 ലക്ഷം രൂപ കസ്റ്റമർക്ക് കൊണ്ടുപോകാം. ഒറിജിനൽ പക്ക കേരള ലൈഫ് ടാക്സ് ഉള്ള വാഹനം. കസ്റ്റമർക്ക് പിന്നെയും പൈസ കുറച്ച് കൊടുക്കുക. കസ്റ്റമർ ഡയറക്റ്റ് വരട്ടെ. വിളിച്ചിട്ട് ഒരുപാട് സംസാരിക്കുമ്പോൾ നമുക്ക് വേറെ കസ്റ്റമർ ഡീൽ ചെയ്യാൻ കഴിയുന്നില്ല. മാർക്കറ്റ് റേറ്റും കേരള വണ്ടിയുടെ റേറ്റ് ഒക്കെ നിങ്ങൾ അന്വേഷിക്കുക. ഫുള്ള് ലോണും കൊടുക്കുക. കസ്റ്റമർ ലോൺ വരുന്ന വണ്ടികളിൽ മുഴുവനും നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതായത് ഏകദേശം 10 രൂപ 12 രൂപന്റെ അടുത്തോളം ഡോക്യുമെന്റേഷൻ ചാർജ് വരുന്നുണ്ട്. 5 പുത്തൻ ടയർ, പുതിയ പമ്പറ്റൊമ്പർ ഇൻഷുറൻസ്, 2,85,000 രൂപക്ക് നമുക്ക് കൊടുക്കാം. ക്യാഷ് നമുക്ക് ഇനിയും കുറച്ച് കൊടുക്കാം. കസ്റ്റമർക്ക് ആൻഡ്രോയിഡ് ഫ്രീ ആയിട്ടും കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിന് 2.5 വരെ ലോൺ കിട്ടും. ഒരു 30-40 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരു 15ഓളം വാഹനങ്ങൾ ഫുൾ ലോണിൽ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിതൊരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വീണ്ടും നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോ ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ഏകദേശം 2 മാസമായിട്ടുണ്ട് വന്നിട്ട്. അപ്പൊ ഇന്നൊരു കിടിലൻ ഓഫർ വീഡിയോ ആണ്. മെയിൻ ആയിട്ട് നമുക്ക് ഇയർ എൻഡിങ് സെയിലാണ് ഇപ്പൊ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഇതേപോലെ തന്നെ നമ്മൾ RB മോട്ടോഴ്സിനും കിടിലൻ ഇയർ എൻഡിങ് സെയിലാണ്. അപ്പൊ 1-2 ഓഫറുകളല്ല, നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ലക്ഷമായിട്ട് അങ്ങോട്ട് പോകാം, 2 ലക്ഷമാണെങ്കിൽ അങ്ങോട്ടുണ്ടാവാം. അങ്ങനെ അത്യാവശ്യം ഫുൾ ഓണിലും അതേപോലെ ഏകദേശം എത്ര വാഹനങ്ങളാണ് പറഞ്ഞത്? ഒരു 15ഓളം വാഹനങ്ങൾ ഫുൾ ഓണില്. 15ഓളം വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓണിലുണ്ട്. അതുപോലെ തന്നെ ഒരു 5 വാഹനങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഓഫർ. ക്യാഷ് ബാക്ക് കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് 50,000 മുതൽ 4 ലക്ഷം രൂപ കസ്റ്റമർക്ക് കൊണ്ടുപോകാം. അപ്പൊ നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ പരിപാടിയും കൂടി ഉദ്ദേശിക്കണമെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ 2 കാര്യം നടക്കും. തീർച്ചയായും. അപ്പൊ നമുക്ക് ഇതാവണു സമീർ ഭായ് തന്നെയാണ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് RB മോട്ടോഴ്സിലാണ് എത്തിയിട്ടുള്ളത്. സമീർ ഭായ്, ഡിസംബർ ആയിട്ട് നമ്മൾ പൊളിക്കാനുള്ള തീരുമാനമാണ്. എല്ലാരും പൊളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലാറ് കൂടുതൽ ഓഫർ തീർച്ചയായിട്ടും. എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞ ക്യാഷ് ബാക്ക്? 30-40ഓളം വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പുതിയ വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ തന്നെ നമുക്ക് 15ഓളം വാഹനങ്ങൾക്ക് ഫുള്ള് ലോൺ. 1 രൂപ കസ്റ്റമർ തരാതെ ഫുള്ള് ലോൺ, ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആയിട്ട് കൊടുക്കാം നമുക്ക് 15ഓളം വാഹനങ്ങൾക്ക്. മറ്റുള്ള കാര്യങ്ങള് കസ്റ്റമർക്ക് ഒരു 5 വാഹനങ്ങളിൽ ക്യാഷ് ബാക്ക് ഓഫർ 50,000, 70,000, 1 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം വരെ ക്യാഷ് ബാക്ക്. അപ്പൊ നമുക്കൊരു വണ്ടി എടുക്കണേ, വേറെ ഒരു പരിപാടിയും കൂടി ഉദ്ദേശിക്കണെങ്കിൽ ഒരു വണ്ടിക്ക് 2 ലക്ഷം. അതെ. ഓക്കെ. പിന്നെ വേറെ ഇതല്ലാതെ നമുക്ക് മെയിൻ ആയിട്ട് ക്യാഷ് ബാക്ക് ഓഫറിനൊക്കെ പുറമെ നമുക്ക് വാഹനങ്ങൾ മാക്സിമം നമുക്ക് പ്രൈസ് കുറച്ച് കൊടുത്തൂടെ? തീർച്ചയായിട്ടും. ഓരോ വാഹനങ്ങളും ഓഫർ പ്രൈസ് ആണ്. പറയുന്ന പ്രൈസ് ഒന്നും ഫിക്സ്ഡ് അല്ല. കസ്റ്റമർ ഡയറക്റ്റ് വന്നോട്ടെ, അവർ വണ്ടി നോക്കി ഓക്കെ ആണെങ്കിൽ അവർക്ക് മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് പുറമെ വേറെ എന്തൊക്കെയോ വീണ്ടും ഒരു ഓഫർ ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ്? അതായത് നമുക്ക് ഈ ന്യൂ ഇയറിന് മുമ്പായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന ഓരോ വണ്ടിക്കും ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ലോൺ ഒന്നും വേണ്ട. ബുക്കിംഗ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന് ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമുക്ക് ഡെലിവറി കൊടുക്കാം. ഒരു 32 GB വരുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി. അപ്പൊ അതിന്റെ റേറ്റ് 32 GB ഒക്കെ വരുന്നതിന്റെ റേറ്റിംഗ് പുറത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ടിന്റെ ഒരു നല്ല 1 ഇയർ വാറണ്ടി ഉള്ള സംഗതി കേട്ടോ. 1 ഇയർ വാറണ്ടി, റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള സംഗതിയാണ്. റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള സാധനം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ക്യാഷ് ബാക്ക് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പുറമെ നമുക്ക് 1-ാം തീയതി മുമ്പായിട്ട് ബുക്ക് ചെയ്യുന്ന ഏതൊരു കസ്റ്റമർക്കും നമുക്ക് 32 ഇഞ്ച് 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള നല്ലൊരു 9 ഇഞ്ച് ടച്ച് സ്ക്രീനും നമ്മൾ ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എവിടുന്നാ തുടങ്ങുന്നു? നമുക്ക് ഒരുപാട് വണ്ടികൾ ഓടി വരുന്നുണ്ട്. ഒറിജിനൽ കേരള വാഹനമാണ്. അതും പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി. എസ് ലൈൻ ഏറ്റവും ടോപ്പ് വേരിയന്റ്. A4 എസ് ലൈൻ പറഞ്ഞാൽ പ്രീമിയം പ്ലസിന്റെ മുകളിലുള്ള വാഹനമാണ്. കിടില വാഹനം. ഒരു റീപ്ലേസ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 ബ്രേക്ക് ഷൂ നമ്മൾ മാറിയിട്ടുണ്ട്. 4 മിച്ചിന്റെ പുത്തൻ ടയർ ഉണ്ട്. കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു
കംപ്ലൈന്റും ചെയ്യാനോ പിടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫീച്ചർ ലോഡഡ് ആയ സൺറൂഫ്, 10 എയർ ബാഗ്, പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം എല്ലാം. പിന്നെ അപ്പൊ നമ്മള് ഓയിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതെന്തായാലും ആ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് പീരിയോഡിക് ആയിട്ടുള്ള സർവീസ് എന്തായാലും നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും. എന്തായാലും ചെയ്യണം. അതെ, പിന്നെ വേറെ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതിലൊക്കെ 100% ഗ്യാരണ്ടി കൊടുക്കാം. കസ്റ്റമർക്ക് 10.5 ലക്ഷം രൂപ IDV ഉള്ള പുതിയ ഇൻഷുറൻസ് നമുക്ക് കസ്റ്റമർക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിന് ഓഫർ റേറ്റ് 10,90,000 രൂപക്ക് 88,000 കിലോമീറ്റർ ഓടിയ A4 2012 കേരള വണ്ടി. റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയല്ല. അവിടെ നിന്ന് ടാക്സി വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് നമ്പർ മാറ്റിയ വണ്ടിയല്ല. ഒറിജിനൽ പക്ക കേരള ലൈഫ് ടാക്സ് ഉള്ള വാഹനം. വെറും 10,90,000 രൂപക്ക് കസ്റ്റമർക്ക് പിന്നെയും പൈസ കുറച്ച് കൊടുക്കുക. കസ്റ്റമർ ഡയറക്റ്റ് വരട്ടെ. വിളിച്ചിട്ട് ഒരുപാട് സംസാരിക്കുമ്പോൾ നമുക്ക് വേറെ കസ്റ്റമർ ഡീൽ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു മാർക്കറ്റ് റേറ്റും കേരള വണ്ടിയുടെ റേറ്റ് ഒക്കെ നിങ്ങൾ അന്വേഷിക്കുക. ഫുള്ള് ലോണും കൊടുക്കാം. ഫുള്ള് ലോണും കൊടുക്കുക. കസ്റ്റമർക്ക് നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ₹1 ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ അടക്കാൻ പറ്റുന്ന നല്ല പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനം കേരളത്തിൽ. ഫാൻസി നമ്പറാണ് അത്. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ എല്ലാം അവൈലബിൾ. ഇതിന് ഇടയിൽ നമ്മൾ കാര്യം വിട്ടുപോയി. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ RB മോട്ടോഴ്സ് എങ്ങനെ എത്താന്നുള്ള കാര്യം. അതെ, നമ്മള് കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. വണ്ടൂർ തന്നെ പെരിന്തൽമണ്ണ റോട്ടില് മാവേലി സ്റ്റോർ ട്രെൻഡ്സിന് തൊട്ട് ചാരിയുള്ള ചെറിയ പോക്കറ്റ് റോഡ് ഉണ്ട്. അതിന്റെ ഉള്ളോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മളെ ചെറിയൊരു വീട്, അതിന്റെ ചുറ്റുഭാഗത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. ഒരു 40ഓളം വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എപ്പോഴും പുതിയ സ്റ്റോക്കുകൾ അപ്ഡേഷൻ ആണ്. നമ്മളെ കാറ്റലോഗ് ലിങ്ക് അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കും. ആ നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഹായ് വിട്ടാൽ കാറ്റലോഗ് നോക്കിയാൽ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും. അത് ആദ്യത്തെ ഫുൾ ഓൺ കിട്ടുന്ന മറ്റേ നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. അതും പ്രീമിയം വണ്ടി, പ്രീമിയം വാഹനം. അടുത്ത നമ്മൾ ഏതാക്കുന്നു? അടുത്ത നമ്മൾ മറാസോ 7 സീറ്റർ. ഇപ്പൊ ഏകദേശം എല്ലാ ഫാമിലിക്കും കുട്ടികൾക്ക് വരെ നമുക്ക് സീറ്റ് വേണം എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളാണ്. വാഹനം എന്ന് പറയാൻ പറ്റുന്ന നല്ല പെർഫോമൻസും അതോടുകൂടി തന്നെ നല്ല മൈലേജും കിട്ടുന്ന നല്ല സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. മൈലേജ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്കൊരു 7 സീറ്റർ ഒക്കെ ആകുമ്പോൾ ലോങ് ഡ്രൈവിൽ നമുക്ക് 17 കിലോമീറ്റർ കൺഫേം മൈലേജും ഒരു സിറ്റി ഡ്രൈവിൽ ഒരു 15 കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടുന്ന ഏറ്റവും ടോപ്പ് വരും. ലോങ് ഒരു ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ലോ ബഡ്ജറ്റിൽ 7 സീറ്ററിൽ നല്ല കംഫർട്ട് ഉള്ള വാഹനമാണ്. കാരണം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് കേട്ടോ. ഏറ്റവും ടോപ്പ് അതായത് M8 ആകുമ്പോ വ്യത്യാസങ്ങള് കമ്പനി ലെതർ സീറ്റ് കവർ വരുന്നുണ്ട്. ഇതൊക്കെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്ന ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്. കർട്ടൻ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ കർട്ടൻ വരുന്നുണ്ട്. സെൻട്രലൈസ്ഡ് AC ആണ് ഇതിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ്. കാരണം ഓരോ പാസഞ്ചേഴ്സിനും കറക്റ്റ് പൊസിഷന്, ആ ഓരോ കസ്റ്റമേഴ്സിനും മറ്റേ പാസഞ്ചേഴ്സിനും കറക്റ്റ് പൊസിഷനിലാണ് ഇതിന്റെ AC വരുന്നത്. ഇത് 17 ഇഞ്ച് അലോയിലും ബാക്ക് വൈപ്പറും ഡീഫോഗറും ഫോഗ് ലാമ്പും എല്ലാ ഫീച്ചേഴ്സും വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വാഹനം. പിന്നെ ടയർ കാര്യങ്ങളെല്ലാം 2 പുത്തൻ ടയർ കസ്റ്റമർ ഇട്ടിട്ടുണ്ട്. പുത്തൻ ടയർ, പുതിയ ടയർ. ബാക്കി ടയർ ഒരു ആവറേജിന്റെ മുകളിൽ കൺട്രോൾ വരുന്നുണ്ട്. അത് നാവിഗേഷൻ വരുന്നുണ്ട്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. പ്രൊജക്ടർ, ഹെഡ്ലാമ്പ്, DRL, ഡയലൈറ്റ്. 2018 മോഡൽ മറാസോ. 18 മോഡൽ മറാസോ കസ്റ്റമർക്ക് 3 ലക്ഷം രൂപ കസ്റ്റമർക്ക് കൊണ്ടുപോവാം. 3 ലക്ഷം രൂപ കസ്റ്റമർക്ക് ക്യാഷ് ബാക്ക് ഓഫർ. ഇയർ എൻഡിങ് ഓഫർ ആണ്. 2018 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് ഗ്യാരണ്ടി. ഒരു റീപ്ലേസ് ഉണ്ടെങ്കിൽ വണ്ടി റിട്ടേൺ ഗ്യാരണ്ടിയാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കച്ചവടം ചെയ്യുള്ളൂ. ഈ ഒരുപാട് ആളുകൾ മുന്നേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഫുൾ ഓൺ വണ്ടികൾ, ഉഡായിപ്പ് വണ്ടികളാണ്, സർവീസ് കറക്റ്റ് ഇല്ലാത്ത വണ്ടികളാണ്, ഫ്ലഡ് വണ്ടികളാണ്, ടോട്ടൽ ലോസ് ചെയ്ത് റീപ്ലേസ് ഉള്ള വാഹനങ്ങളാണ് ഫുൾ ഓൺ കിട്ടുന്നത്. ഇതൊക്കെ ഗ്യാരണ്ടിയാണ്. കസ്റ്റമർക്ക് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ ബൈ ബാക്ക്, ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയാണ്. അത്രയും ഗ്യാരണ്ടി. സർവീസ് ഹിസ്റ്ററി പക്ക സർവീസ്, ഷോറൂം ഹിസ്റ്ററി, പുത്തൻ ഇൻഷുറൻസ്, 10 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് ഉള്ള വാഹനം ഇപ്പൊ എടുത്തിട്ടുള്ളൂ. കസ്റ്റമർ എടുത്തിട്ട് ഒരു രണ്ടാഴ്ചന്റെ ഉള്ളില് ഇൻഷുറൻസ് എടുത്ത സമയമായിട്ടുള്ളൂ. നമുക്ക് വേറെ ഒരു ക്ലെയിമോ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ജാബ് ഉണ്ട്. ഷോറൂം സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 18 ലാസ്റ്റ് M8 നിങ്ങൾക്ക് 9 ലക്ഷം രൂപക്ക് കൊണ്ടുപോകാം. 11 ലക്ഷം 12 ലക്ഷം വരെ നിങ്ങൾക്ക് ലോണും കിട്ടും. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് കൊടുക്കാം. അതെ, 10 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ വേണമെന്നുണ്ടെങ്കിൽ IT ഫയൽ ചെയ്തതിന്റെ റെസിപ്റ്റ് വേണ്ടി വരും. ബാക്കിയുള്ള പ്രൂഫുകളൊക്കെ നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് 3 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന നല്ലൊരു 7 സീറ്റർ വാഹനം.
അത്യാവശ്യം മൈലേജും കിട്ടും. അത്യാവശ്യം മൈലേജ് കിട്ടും. ഇനി അടുത്ത് നമുക്കൊരു യൂറോപ്യൻ ആയിക്കോട്ടെ. അതെ അതെ, ഫോക്സ് വാഗൻ, അതും വെൻഡോ, അതും 1, 2, 3, 4 2011 മോഡൽ KL 10 രജിസ്ട്രേഷൻ. അതും നല്ല ക്വാളിറ്റിയിലെ 2011 മോഡല്, 12 ഡെലിവറി, 12 രജിസ്റ്റർ, ഹൈലൈൻ ആണ്. വെൻഡോ ഡീസലില് 1.6 ഹൈലൈന്. മേജർ ആക്സിഡന്റ്, മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിലില്ല. 1 ലക്ഷം കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. വേറെ അപാകതകൾ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഹൈലൈൻ ആണ്, ഡീസൽ ആണ്. ഇൻഷുറൻസ് ഇപ്പൊ നിലവിൽ തീർന്നിട്ടുണ്ടാവും. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും കസ്റ്റമർക്ക്. 2,85,000 രൂപക്ക് നമുക്ക് കൊടുക്കാം. ക്യാഷ് നമുക്ക് ഇനിയും കുറച്ച് കൊടുക്കാം. കസ്റ്റമർക്ക് ആൻഡ്രോയിഡ് ഫ്രീ ആയിട്ടും കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിന് 2.5 വരെ ലോൺ കിട്ടും. ഒരു 30-40 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്ന വലിയൊരു സെഡാൻ. അതെ, നല്ല ഫാൻസി നമ്പർ ഉള്ള വാഹനമാണ്. പിന്നെ ഇതിന്റെ സേഫ്റ്റിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതെ അതെ, ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പ്, അലോയ് വീല്, റിയർ AC കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഹൈലൈന്. നമുക്ക് മൈലേജും ഉണ്ടാവും. അതേപോലെ 1.6 പെർഫോമൻസ് എഞ്ചിനാണ്. നല്ല പെർഫോമൻസ് ഉള്ള ന്യൂ മോഡൽ വെഹിക്കിൾ ആണ്. കസ്റ്റമർക്ക് ഓഫർ റേറ്റ് 2,85,000 രൂപയാണ് കുറച്ചു കൊടുക്കുക. കസ്റ്റമർ ഡയറക്റ്റ് വന്ന് വണ്ടിയൊക്കെ ഓടിച്ച് കൺഫേം ആകുകയാണെങ്കിൽ കസ്റ്റമർക്ക് ഇനിയും റേറ്റ് കുറച്ചു കൊടുക്കുക. ഇൻഷുറൻസ് പുതിയ എടുത്തു കൊടുക്കുക. ഈ 1-ാം തീയതിക്ക് മുമ്പ് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് മുഴുവനും ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫ്രീ ആയിട്ടും കൊടുക്കുക. അതെ, തീർച്ചയായിട്ടും. ഞാൻ അടുത്ത ടെറാനോ, അതും 2017 മോഡല്, 2017 XL 85 വാഹനം. 85-ഉം 110 ആണ് ഇതിൽ 2 എഞ്ചിൻ വന്നിട്ടുള്ളത്. 85-ല് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, മെയിൻ്റെനൻസ് കുറവാണ്, മൈലേജ് കൂടുതലാണ്, കംപ്ലൈന്റുകൾ കുറവും. അതായത് ഉപയോഗിക്കാൻ ഏറ്റവും കംഫർട്ട് ഉള്ള വാഹനമാണ്. അത്യാവശ്യം സെഡാൻ, മറ്റേ XUV ടൈപ്പില് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വാഹനങ്ങളാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. നിലവില് ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, നല്ല ക്വാളിറ്റിയുള്ള വാഹനം. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. നിലവിൽ 7 ലക്ഷം രൂപ IDV ഉണ്ട്. ഇൻഷുറൻസിന്റെ വാല്യൂ നമുക്ക് കൊടുക്കാൻ വേണ്ടി 7 ലക്ഷം രൂപ കസ്റ്റമർക്ക് ലോണും ചെയ്യാം. 7 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം. ഈ ഫുള്ള് ലോൺ വരുന്ന വണ്ടികളിൽ മുഴുവനും നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതായത് ഏകദേശം 10 രൂപ 12 രൂപന്റെ അടുത്തോളം ഡോക്യുമെന്റേഷൻ ചാർജ് വരുന്നുണ്ട്. 7 ലക്ഷം രൂപ നമുക്ക് ഫുൾ ലോൺ വണ്ടികളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുൾ ലോൺ വണ്ടികളിൽ മാത്രം വരുന്ന വണ്ടികൾക്ക് നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആയിട്ട് കസ്റ്റമർ കൊടുക്കുക. ഈ 1-ാം തീയതിക്കുള്ളിൽ എടുക്കുന്ന കസ്റ്റമർക്ക് മൊത്തം ഡോക്യുമെന്റേഷൻ ചാർജ് ഫുൾ ഓൺ വണ്ടിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. 12 രൂപ. അതെ, അലോയ് വീൽ ഉണ്ട്, ഡുവൽ എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, ബാക്ക് വൈപ്പർ ഉണ്ട്, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, കമ്പനി ഇൻബിൽഡ് ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാം, റിവേഴ്സ് സെൻസർ, റൂഫ് റെയിൽ, എല്ലാ ഓപ്ഷനും വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വാഹനം. പുതിയ ഇൻഷുറൻസ് 7 ലക്ഷം IDV. എടുക്കുന്ന കസ്റ്റമറെ പൈസ സേഫ് ആണ്. ഈ നമ്മുടെ പേര് മാറിക്കഴിഞ്ഞാൽ, ഇൻഷുറൻസ് നമുക്ക് പേര് മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ കമ്പനി നിങ്ങൾക്ക് തരും. IDV 7 ലക്ഷം രൂപ ഉണ്ട്. അങ്ങനത്തെ വണ്ടികൾ നമ്മൾ വിൽക്കുന്ന അല്ലാതെ റീപ്ലേസ് ഉള്ള വണ്ടികളല്ല. ഇനി അടുത്ത് സിയാസ് മാരുതിന്റെ ഒരു കിഡ്ലൻ സെഡാൻ. അതെ, അതും ബ്ലാക്കില് 2014 ലാസ്റ്റ് വാഹനം. 14 8-ാം മാസം 9-ാം മാസമാണ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പൊ മാറിയിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് 5 ലക്ഷം IDV ഉള്ള പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ZD ആണത്. അതായത് നമുക്ക് കസ്റ്റമർക്ക് എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ് വീൽ എക്സ്ട്രാ ചെയ്തതാണ് അവര്. കമ്പനി ഇൻബിൽഡ് ആയിട്ട് ഇതിന് അലോയ് വീൽ വരുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റിൽ ചേഞ്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിന് ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനമാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം സർവീസ് ഉണ്ട്. പിന്നെ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് 60-10 നല്ല ഫാൻസി നമ്പർ ഉണ്ട്. ചെറിയൊരു വർക്ക് ചെയ്താല് ഒന്നുകൂടി നമുക്ക് ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് ബ്ലാക്കിലൊക്കെ സെറാമിക് ഒക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കണ്ണാടി ചില്ല് പോലുള്ള വാഹനമാണ്. നമ്മളെ ഡയറക്റ്റ് കാണും. അത്യാവശ്യം നല്ല ഉൾഭാഗമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. പുഷ് ബട്ടൺ വരുന്നതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ഡുവൽ എയർ ബാഗ്, അലോയ് വീല്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ZDI വാഹനമാണ്. നിങ്ങൾക്ക് 5,50,000 രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ മൈലേജ് ഏകദേശം ഒരു 18 കിലോമീറ്റർ മൈലേജ് കൂട്ടിയാൽ മതി. ലോങ് ഡ്രൈവിൽ 20 കിലോമീറ്റർ കിട്ടും. ഇതിന് നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. 5,60 ആണ് മുമ്പ് റേറ്റ് ഇട്ടിരുന്നത്. അതിൽ 5.5 രൂപക്ക് കൊടുക്കുക. ഇനിയും പ്രൈസ് കുറച്ച് കൊടുക്കുക. കസ്റ്റമർ ഡയറക്റ്റ് വന്നോട്ടെ. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. കസ്റ്റമർക്ക് നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതും ഫ്രീ 1-ാം തീയതി വരെ. അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. അടുത്ത
എല്ലാരും അന്വേഷിക്കുന്ന ഒരു വാഹനം അമേസ് 19 മോഡൽ കേട്ടോ. ഇതൊക്കെ ഓഫർ പ്രൈസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. 19 മോഡൽ അമേസ് റിയാസ് ഭായ് എത്രക്ക് കൊടുക്കും? 19 മോഡൽ അമേസ് 5,90,000 രൂപക്ക് സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 590 കമ്പനി സർവീസ്. അതായത് ഒരു ഹാച്ച് ബാക്കിന്റെ പൈസക്കാണ് വരുന്നത്. പുറത്ത് നിങ്ങൾ എന്തായാലും അന്വേഷിക്കേണ്ട ഒരു റേറ്റ് ആണ് ഇത്. അമേസിന് അത്രയും നമുക്ക് ഡിമാൻഡ് ആണ്. കാരണം നമുക്ക് മെയിൻ്റെനൻസ് ഫ്രീ ആണ്. മെയിൻ്റെനൻസ് വളരെ കുറവ്. 5 പുത്തൻ ടയർ, പുതിയ പമ്പറ്റൊമ്പർ ഇൻഷുറൻസ്. പമ്പറ്റൊമ്പർ ഇൻഷുറൻസ് അടുത്ത കൊല്ലം 3-ാം മാസം വരുള്ളൂ കേട്ടോ, പുതിയതല്ല. റീപ്ലേസ് ഗ്യാരണ്ടി, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, എല്ലാം ഫീച്ചേഴ്സ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. നല്ല അടിപൊളി സീറ്റ് കവർ. 5 പുത്തൻ ടയർ പറഞ്ഞാൽ നൂല് പോലും പോകാത്ത നല്ല കിടിലം വാഹനം. റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഹൈ ക്വാളിറ്റി സീറ്റ് കവർ. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. നമുക്ക് കസ്റ്റമർക്ക് ഇതില് ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമുക്ക് കൊടുക്കട്ടോ. സ്റ്റീരിയോ ഉണ്ട്, അത് നോക്കണ്ട. 1-ാം തീയതിക്കുള്ളിൽ നമ്മൾ കസ്റ്റമർ വണ്ടി എടുക്കുകയാണെങ്കിൽ മറ്റേ നമുക്ക് DRL വന്നിട്ടുണ്ട് ഇതില്. അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ്, ABS, അലോവിൽ വന്നിട്ടില്ല. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം നിങ്ങൾക്ക്. 19 മോഡൽ അമേസ് പെട്രോൾ ആണ്. 90,000 കിലോമീറ്റർ ഷോറൂം സർവീസ്. കമ്പനിയിൽ നിന്നല്ലാതെ സർവീസ് ഒന്നും ചെയ്തിട്ടില്ല. വണ്ടിയിൽ മേജർ ക്ലെയിമോ റീപ്ലേസോ ചെറിയ ക്ലെയിമും പോലും ഇല്ലാത്ത വാഹനം നിങ്ങൾക്ക് 5,90,000 രൂപ കൊടുക്കാം. ഡോക്യുമെന്റ് ഇതിന് നമുക്ക് 5,35,000 വരെ ലോണും കിട്ടും. ആൻഡ്രോയിഡ് സ്റ്റീരിയോ 1-ാം തീയതി വരെ ഫ്രീ. ഓക്കെ, അപ്പൊ അടുത്ത തവണ നമ്മൾ എക്കോസ്പോർട്ട് ഏറ്റവും കൂടുതൽ നല്ല കോമ്പാക്ട് എക്സ്യുവിയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വാഹനങ്ങളിൽ ഒന്നാണ്. നല്ല ഇന്ത്യയും ആളുകൾക്ക് ഇതിനോടുള്ള ഇഷ്ടം വിട്ടിട്ടില്ല. അതായത് ഈ വാഹനത്തിന്റെ ഡോറ് തുറക്കുമ്പോൾ റിയാസ് ഭായിക്ക് അറിയാൻ പറ്റും അതിന്റെ അത്രക്കും സേഫ്റ്റിയും ഫീച്ചേഴ്സും ഉള്ള വാഹനം. ഏറ്റവും കൂടുതൽ നമുക്ക് യാത്ര സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഈ വാഹനത്തിന്. അത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആട്ടോ. പിന്നെ അതുമല്ല, പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞാല് ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് നമ്മൾ ഇരിക്കണം. അതെ, എന്നിട്ടാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയേണ്ടത്. ഈ വാഹനം 6 എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, എല്ലാ ഫീച്ചേഴ്സ് വരുന്ന ടൈറ്റാനിയം പ്ലസ് DRL അടക്കം വരുന്ന വാഹനം കേട്ടോ. കമ്പനി DRL അടക്കം വരുന്ന വാഹനം. ടൈറ്റാനിയം എന്താണ്, ടൈറ്റാനിയം പ്ലസ് എന്താണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് മാത്രം വാങ്ങുക. ഏറ്റവും ടോപ്പ് വേരിയന്റ് ടൈറ്റാനിയം പ്ലസ് മോഡല് കാര്യങ്ങളൊക്കെ 16 റേസർ 15 മോഡല് 5,45,000 രൂപ കൊടുക്കുക. കസ്റ്റമർക്ക് ഇനിയും റേറ്റ് കുറച്ച് കൊടുക്കുക. ഡയറക്റ്റ് വന്നോട്ടെ. ഫോണിൽ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇത്രക്ക് തരും ചോദിക്കണ്ട. കാരണം ഒരുപാട് കസ്റ്റമർ വന്ന് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണിൽ ചിലപ്പോൾ കൂടുതൽ സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. മാക്സിമം ഡയറക്റ്റ് വരാൻ നോക്കുക. വണ്ടി ഉണ്ടോ എന്ന് കൺഫേം ആക്കിയിട്ട് ഡയറക്റ്റ് വന്നോളൂ. നിങ്ങൾ ആരും ഡയറക്റ്റ് വിളിച്ചിട്ട് അവിടുന്ന് വണ്ടി ഉണ്ടോ എന്ന് കൺഫേം ആക്കിയിട്ട് വരികയാണെങ്കിൽ അതുവരെ നമ്മൾ ആ വണ്ടി വേറെ ആർക്കും സെയിൽ ചെയ്യില്ല. അത് നമ്മൾ ഗ്യാരണ്ടി. കാരണം കസ്റ്റമർ ഇത്ര കാസർഗോഡ് നിന്ന് ഇപ്പം എക്കോസ്പോർട്ടിന് വേണ്ടി വേറൊരു എക്കോസ്പോർട്ടിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അവർ ആ ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ച് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ടുള്ളവര്. കാരണം അവർ ഇന്നലെ എന്നെ വിളിച്ച് വണ്ടിക്ക് ഞങ്ങൾ വരുന്നുണ്ട്, നമ്മൾ എത്തുന്ന വരെ ആ വണ്ടി ആർക്കും കൊടുക്കരുതെന്ന് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ബുക്ക് ചെയ്യണമെങ്കിൽ പൈസ വേണ്ട കേട്ടോ. കസ്റ്റമർക്ക് അവിടെ വാക്കാലുള്ള ഉറപ്പ് മതി. കാരണം നമുക്കൊരു കസ്റ്റമർ കാസർഗോഡ് നിന്ന് വേണ്ടി വരുമ്പോൾ ഒരു 300 കിലോമീറ്ററിന് അടുത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവരെ വിശ്വസിച്ച് വരുമ്പോൾ നമ്മളത് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് നമുക്ക് 5,45,000 കൊടുക്കാം. 16 റേസർ 15 മോഡൽ ടൈറ്റാനിയം പ്ലസ് 1 lakh കിലോമീറ്റർ, റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഗ്യാരണ്ടിയിൽ കൊടുക്കുക. നല്ല ക്വാളിറ്റിയിൽ വേണം. പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് 5 ലക്ഷത്തിന്റെ ഉള്ളിൽ 4 to 5 ലക്ഷം വരെ നമുക്ക് മാക്സിമം ലോൺ അവൈലബിൾ ചെയ്യാം. അടുത്ത വീണ്ടും നമ്മൾ ഫോണിന്റെ തന്നെ ഫിഗോ ന്യൂ മോഡൽ ഫിഗോ ഏകദേശം ആ വാഹനത്തിന്റെ ഒക്കെ സെയിം എഞ്ചിൻ കപ്പാസിറ്റി വരുന്ന സെയിം വാഹനം. ഒരേ ഡീസൽ എഞ്ചിനാണ് ഇത് വരുന്നത്. 2016 ലാസ്റ്റ്. ഇതും ടൈറ്റാനിയാണ്. ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയം. നമ്മൾ ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് ആണ്. ഇത് ടൈറ്റാനിയാണ് മോഡല്. 2016 നവംബറിൽ വാഹനമാണ്. ഇൻഷുറൻസ് അടുത്ത കൊല്ലം ജനുവരി ലാസ്റ്റ് ആയിട്ട് തീരും. റീപ്ലേസ് വാഹനത്തിനില്ല. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവില് ടയർ കണ്ടീഷൻ ഒക്കെ ഓക്കെയാണ്. നമുക്ക് 3,45,000 രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും. 3,45,000 ഫിഗോയില് ന്യൂ മോഡൽ ഫിഗോ എല്ലാവരും അന്വേഷിക്കുമ്പോൾ 3,500,000 മുകളിൽ വില വരുന്നുണ്ട്. ഇത് 16 ലാസ്റ്റ് വാഹനം നമുക്ക് 3,45,000 രൂപ കൊടുക്കാം. ഇനിയും പ്രൈസ് കുറച്ച് കൊടുക്കുക. ആൻഡ്രോയിഡ് സ്റ്റീരിയോ 1-ാം തീയതി വരെ ഫ്രീ ആയിട്ടും കൊടുക്കാം. ലോൺ നമുക്ക് എത്ര? ലോൺ ഒരു 2.5
പ്രതീക്ഷിച്ചാൽ 2.5 3ന്റെ അകത്ത് മൈലേജ് ഉണ്ടാവും. മൈലേജിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഒരു 24 കിലോമീറ്റർ മൈലേജ് ഉള്ള ഡീസൽ എഞ്ചിനിൽ കംപ്ലൈന്റ് കുറഞ്ഞ എഞ്ചിന് 15-ന് ശേഷം ഫോർഡിന്റെ എഞ്ചിൻ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് 12-ലും 13-ലും 12-ലും 13-ലൊക്കെ വരുന്ന ഫോർഡിനില് കംപ്ലൈന്റ് ഉണ്ടായിട്ട് അത് റീകാൾ ചെയ്തിട്ടാണ് 13-ൽ കൊടുത്തിരുന്നത്. അതിനുശേഷം 15-ലാണ് ഫോർഡിന്റെ എഞ്ചിൻ എല്ലാം അപ്ഡേഷൻ ചെയ്ത് കംപ്ലൈന്റ് ഇല്ലാത്ത എഞ്ചിൻ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. അടുത്ത വീണ്ടും നമ്മളൊരു സണ്ണി. അതും ഇത് പക്കാ കേരള രജിസ്ട്രേഷൻ ആട്ടോ. 14 ലാസ്റ്റ് ആണ്. 14-ല് 2 ഷേപ്പ് വന്നിട്ടുണ്ട്. പഴയ മോഡലും വന്നിട്ടുണ്ട്, പുതിയ മോഡലും വന്നിട്ടുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ ആണ്. അതായത് SV പ്രീമിയം ന്യൂ മോഡൽ വരുന്ന SV പ്രീമിയം ആണ്. 4.25 ലക്ഷം രൂപ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. റേറ്റ് മാക്സിമം ഇനിയും കുറച്ചു കൊടുക്കുക. കസ്റ്റമർ വരുമ്പോ അവർക്ക് എല്ലാ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഈ മിററിന്റെ കവർ ഞാൻ ബുക്ക് ചെയ്തിട്ട് സാധനം വൈകിയതാണ്. നമുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പുതിയ അതിന് പൈസ കുറച്ച് കൊടുക്കാം. നമുക്ക് കസ്റ്റമർക്ക് അലോയില് പുഷ് ബട്ടൺ സ്റ്റാർട്ട് XV പ്രീമിയം ആട്ടോ. അത് ന്യൂ മോഡലിൽ വരുന്നത്. പഴയ മോഡലിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ 14 വണ്ടിക്ക് 3.5 വരെ വില ഉള്ളൂ. പുതിയ മോഡൽ വണ്ടിക്ക് 4.25 to 4.5 വരെ വില ഉണ്ട്. റേറ്റ് ഇനിയും കുറച്ച് കൊടുക്കാം. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.40 ഓടിയിട്ടുണ്ട്. 14 ഡിസംബർ ആണ് വാഹനം. റേറ്റ് നമുക്ക് ഇനിയും കുറച്ചു കൊടുക്കാം. ആൻഡ്രോയിഡ് സ്റ്റീരിയോ 1-ാം തീയതി വരെ ഫ്രീ ആയിട്ട് കൊടുക്കാം. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 3.5 വരെ ലോണും ചെയ്യാം. കസ്റ്റമർക്ക് 3.5 വരെ ലോണും ചെയ്യാം. അടുത്ത തവണ വീണ്ടും നമ്മൾ രണ്ടാമത് ഒരു ടെറാൻ നമ്മൾ പരിചയപ്പെട്ടു. അതിന്റെ നേരെ അപരൻ എന്ന് പറയാം. സെയിം കമ്പനിയാണ്. സെയിം കമ്പനി. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആട്ടോ. അതും ഈ കളർ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മൾ എൻക്വയറി ചെയ്യുന്ന കളറാണ്. ഈ വാഹനം 2019 ഒക്ടോബറിൽ ഡെലിവറി ചെയ്തിട്ടുള്ള 19 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് RXZ ഏറ്റവും ടോപ്പ് വേരിയന്റ്. 85-ല് മാത്രമേ നമ്മൾ ക്യാഷ് കൊടുത്ത് എടുക്കാറുള്ളൂ. പിന്നെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ കസ്റ്റമർ നിർബന്ധിതമായിട്ട് എടുക്കേണ്ട വണ്ടികളാണ്. മറ്റേ 1 ടൺ എടുക്കാറുള്ളൂ. ഇത് റാപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള വാഹനം. ലെതർ റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി സീറ്റ് കവർ. നല്ല സീറ്റ് കവർ ഒക്കെ വീഡിയോയിൽ കാണുന്ന കാര്യമില്ല, നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല. എല്ലാ ഭാഗം കണ്ടീഷനോട് കൂടിയ വാഹനം. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. പുതിയ ഇൻഷുറൻസ് ആണ്. പുത്തൻ 2 ടയർ ഫ്രണ്ടിൽ ഇട്ടുണ്ട്. ബാക്ക് ടയർ ഒരു 70% ടയർ ഉണ്ട്. കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് സർവീസ് ബുക്ക് സെക്കൻഡ് ചാവി. 19 മോഡൽ ഡീസലിന് 70,000 കിലോമീറ്റർ 67,000 കിലോമീറ്ററിൽ 70ന്റെ സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമർക്ക് ഓയിൽ പോലും മാറ്റേണ്ട ആവശ്യമില്ല. എന്നാലും കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ ഓയിൽ മാറ്റണം. അത് നല്ലതാണ്. അത് ഇതൊക്കെ പറയെങ്കിലും നമ്മൾ കാര്യങ്ങൾ അതിന്റെ അടിയിൽ പറയണല്ലോ. RXZ ആണ്. ഡുവൽ എയർ ബാഗ്, ക്രൂയിസ് കൺട്രോള്, വോളിയം കൺട്രോൾ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന. അതെ അതെ. നല്ല നീറ്റ്. 9 രൂപ കൊടുക്കാം. 9 രൂപ ലോണ്. ഫുള്ള് ലോണ്. കസ്റ്റമർക്ക് 1-ാം തീയതിക്ക് മുമ്പായിട്ട് എടുക്കുന്ന കസ്റ്റമർക്ക് എല്ലാത്തിനും ആൻഡ്രോയിഡ് സ്റ്റീരിയോ. ഇതിന്റെ പുറമെ പറഞ്ഞാണ് എല്ലാ വണ്ടിക്കും നമുക്ക് എല്ലാ വണ്ടിക്കും ഉണ്ട്. ആ ഓഫർ ഉപയോഗപ്പെടുത്തുക. 1-ാം തീയതി. ഇതാണോ ബ്ലാക്കില് എനിക്ക് വരെ ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് നമ്മളെ ഫോർഡ് എക്കോസ്പോർട്ട്. അപ്പൊ വൈറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി ബ്ലാക്ക്. ഇതാണ് ഇപ്പൊ നമ്മൾ കാസർഗോട്ടേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ചിലപ്പോ ഒരു പക്ഷേ ഇത് നമ്മളെ വീഡിയോ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കച്ചവടമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ഇത്? 2021 മോഡല്. 21 മോഡൽ എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസിന്റെ മുകളില് സ്പോർട്ട് ബ്ലാക്ക്, സ്പോർട്ട് എന്ന് പറയും. ഈ വാഹനം 14.5 ലക്ഷം രൂപ വില വന്നിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. 32,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നിലവിൽ പമ്പർ റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും നിലവിൽ സംഭവിച്ചിട്ടില്ല. ഈ ഗ്രില്ല് അവർ കസ്റ്റം ചെയ്തതാണ്. 6 എയർ ബാഗ്, സൺറൂഫ് വരുന്ന ഓപ്ഷൻ ആണ് ഇതില്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന പുത്തൻ ഇൻഷുറൻസ്. 10 ലക്ഷം IDV ഉള്ള പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പക്ക. വണ്ടിയുടെ ക്വാളിറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗവും ഗ്യാരണ്ടി കൊടുക്കാം. 33 കിലോമീറ്റർ 33 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലിൽ 20 കിലോമീറ്ററിന്റെ മുകളിൽ 23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്. കമ്പനി നിർത്തി എന്നല്ലാതെ വേറൊരു കംപ്ലൈന്റ് ഇതിന് പറയാനില്ല. സർവീസ് ഇപ്പൊ നമുക്ക് ഇവിടെ വക്കീലൊക്കെ അവൈലബിൾ അല്ലേ? പെരിന്തൽമണ്ണ ഷോറൂം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്. നമുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും ഫോർഡ് എക്കോസ്പോർട്ട് ഒരു കാരണവശാലും മിസ് ചെയ്യാത്ത വാഹനമാണ്. 9,90,000 രൂപയാണ് നമ്മൾ ചോദിച്ചിരുന്നത്. റേറ്റ് ഉറപ്പായിട്ടും കുറച്ചു കൊടുക്കും. പുത്തൻ ഇൻഷുറൻസ് ഉണ്ട്. കസ്റ്റമർക്ക് ഫുള്ള് ലോണും ചെയ്യാം. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ് 1-ാം തീയതി വരെ. ഏകദേശം നമുക്ക്
ഫുൾ ലോൺ ആണല്ലോ. ഫുൾ ലോൺ, ഒരു രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ട ആവശ്യമില്ല, ഫുൾ ലോൺ. ഇനി അതിന്റെ ഇടയിൽ നമുക്ക് വീണ്ടും ഒരു 7 സീറ്റർ ഉണ്ട്, 7 സീറ്റർ XUV 500. 500. അതെ, 2015 മോഡൽ, 16 ഡെലിവറി, 16 നമ്പർ 6666. ഇതാണ് നമ്പർ. നമ്മളൊക്കെ നമ്പർ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ നമ്മൾ പുതിയ വാഹനം വാങ്ങുമ്പോൾ, പണം കൊടുത്ത് വാങ്ങുമ്പോൾ ഒരു 30,000 50,000 രൂപ വില കൊടുത്ത് വാങ്ങുന്ന നമ്പറാണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്, സിംഗിൾ ഓൺഷിപ്പ്. എല്ലാ വാഹനവും പിന്നെ അത്രയും ക്യാഷ് കൊടുക്കുന്ന ഒരാളാവുമ്പോഴേ തീർച്ചയായിട്ടും ഈ വണ്ടി എങ്ങനെ 23 ലക്ഷം രൂപ പുത്തൻ വാഹനത്തിന് വില കൊടുത്ത് വാങ്ങുമ്പോൾ W10 ആണ് കേട്ടോ ഏറ്റവും ടോപ്പ് വേരിയന്റ്. W8 അതിന്റെ താഴെയുണ്ട്. 15-ല് W10 ആണ് ഏറ്റവും കൂടിയത്. 17-ന് ശേഷമാണ് W11 വന്നിട്ടുള്ളത്. ഇത് സൺറൂഫ്, എയർ ബാഗ് 8 എയർ ബാഗ് വരുന്നുണ്ട്. വേറെ റീപ്ലേസ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ഉണ്ട്. ടയർ 4 ഒരു 90% ഉപയോഗിക്കാൻ പറ്റുന്ന ടയറുകളാണ്. വണ്ടിയുടെ AC കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ AC കംപ്രസർ, കണ്ടൻസർ, കൂളിംഗ് കോയിൽ ഒക്കെ പുതിയത് മാറിയിട്ടുണ്ട്. അതിന്റെ സ്പെയർ അതിന്റെ ഡിക്കി തന്നെ വെച്ചിട്ടുണ്ട്. നമ്മള് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയും. അത് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അത് ചെറിയ കംപ്ലൈന്റുകൾ തീർക്കാന്ന് പറഞ്ഞെങ്കിലും അത് ഫുള്ള് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 10-28 രൂപന്റെ അടുത്ത് മൊത്തം പുതിയ സാധനം വാങ്ങാൻ കേട്ടോ. പോളി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് കയറ്റുന്നതല്ല, ഒക്കെ ജെന്യുവിൻ പാർട്സ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം ചെയ്തിട്ടാണ്. അത് നമുക്ക് കംപ്ലൈന്റ് ഉണ്ടാവുമ്പോൾ ഈ XUV ടൈപ്പ് വണ്ടികളൊക്കെ നമുക്ക് AC കൂളിംഗ് കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം അത്രയും അപ്പൊ നമ്മളത് പുതിയ സാധനം തന്നെ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർക്ക് 9.5 ലക്ഷം രൂപക്ക് പക്കാ കേരള വണ്ടി കൊടുക്കട്ടോ. 9.5 ലക്ഷം. W10 ആണ്, സൺറൂഫ് ഉണ്ട്, സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. 11.5 ലക്ഷം രൂപ ലോൺ കിട്ടും. 2 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന കിടിലൻ വണ്ടി. 5 വണ്ടിയിൽപ്പെട്ട 3 വണ്ടി കഴിഞ്ഞു. ഇനിയിപ്പോ 2015-16 റേഷർ, 2 ലക്ഷം രൂപ ക്യാഷ് ബാക്ക്, 9.5 ലക്ഷം രൂപ കൊടുക്കുക. കസ്റ്റമർക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ. അടുത്തതാണ് വീണ്ടും നമ്മളൊരു കിടിലൻ വണ്ടി. അങ്ങനെ ഇന്ത്യ വിട്ട് നമ്മൾ ഇനി അമേരിക്കൻ ബ്രാൻഡിലേക്കാണ് പോകുന്നത് അല്ലെ. US ബ്രാൻഡാണ് ജീപ്പ് കോമ്പസ്. അത് പാലക്കാട് രജിസ്ട്രേഷൻ, സിൽവർ. ഇത് 2017 മോഡല്, 17 ലാസ്റ്റ് ആണ് കേട്ടോ. ജീപ്പ് കോമ്പസ് ലിമിറ്റഡ്, ഏറ്റവും ടോപ്പ് വേരിയന്റ്, അതും സിംഗിൾ ഓണർഷിപ്പ്. 4 പുത്തൻ ടയർ, 5 പുത്തൻ ടയർ, സ്റ്റെപ്പിനി അടക്കം പുതിയത്. സ്റ്റെപ്പിനി ഉപയോഗിച്ചിട്ടില്ല, അധികം ഉപയോഗിക്കാത്ത ടയർ. കാരണം 16 ഇഞ്ച് സൈസാണ് സ്റ്റെപ്പിനി വരിക, മറ്റേത് 17 ആണ് വരിക. അപ്പോൾ എന്തായാലും സ്റ്റെപ്പിനി അധികം യൂസ് ചെയ്യില്ല. കസ്റ്റമർ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ മാത്രമേ. ഫ്രണ്ടും ബാക്കും ഒക്കെ DR വരുന്ന സിംഗിൾ ഓണർഷിപ്പ്, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. ജീപ്പ് കോമ്പസിൽ ലിമിറ്റഡ് ആണ്, ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഫ്രണ്ടും ബാക്കും ഒക്കെ DR. ഡീസലിൽ 17 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന വാഹനമാണ്. നമുക്ക് ഓഫർ പ്രൈസിന് ജീപ്പ് കോമ്പസ് ഒക്കെ ഈ റേറ്റിന് വേറെ കൊടുക്കാൻ കുറവായിരിക്കും. ലിമിറ്റഡ് കേട്ടോ, അതും സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ് ഇല്ലാത്ത, കമ്പനി സർവീസുള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. കസ്റ്റമർക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്നില്ല. ടയറൊക്കെ കാണിച്ചു കൊടുത്താൽ യോക്കോമോന്റെ ഒക്കെ നല്ല പുത്തൻ ടയർ, അലേവിയില്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, നാവിഗേഷൻ, GPS. പിന്നെ ഇതിന്റെ ഒന്നും ഓപ്ഷൻ പറയേണ്ട ആവശ്യമില്ല. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ ജീപ്പ് കോമ്പസ് എൻക്വയറി ചെയ്യുന്ന ആളുകളെ എടുക്കുള്ളൂ. കാരണം ആ അമേസ് എടുക്കാൻ വരുന്ന ആളുകളൊന്നും വരില്ല. അപ്പൊ ജീപ്പ് കോമ്പസ് അന്വേഷിക്കുന്ന ആളുകൾ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടും. അതിന്റെ താഴെ ലോഞ്ചിറ്റ്യൂഡ്, സ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. ഇത് ലിമിറ്റഡ് ആണ്. നമുക്ക് 11.5 ലക്ഷം രൂപയിൽ 15.5 ലക്ഷം രൂപ ലോൺ കിട്ടും. 11.5 ചോദിക്കണ 15 ലോൺ ചെയ്ത് കൊടുക്കാം. 15.5 ലക്ഷം രൂപ കസ്റ്റമർക്ക് 4 ലക്ഷം രൂപ ക്യാഷ് ബാക്ക്. ഒരു വാഹനം എടുക്കുമ്പോൾ അങ്ങോട്ട് 4 ലക്ഷം രൂപ കൊടുക്കാം. കസ്റ്റമർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാം. 4 ലക്ഷം രൂപ അടുത്തൊരു വണ്ടി വാങ്ങിട്ട് പോവാം. അത് വേറെ ഒന്നും ആലോചിക്കണ്ട. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒന്നും ഇതിന് ആവശ്യമില്ല. എന്നാലും നമ്മൾ 1-ാം തീയതി വരെ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് മാക്സിമം ബുക്കിംഗ് എടുത്താൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. അടുത്തതാണ് നമ്മൾ പെജീറോ അല്ലെ. അതെ, പജീറോ. ഇത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു പണി കിട്ടി. അതായത് ഈ വാഹനം നമ്മൾ കൊണ്ടുവന്നത് തിരുവനന്തപുരത്ത് ഭാഗത്തു നിന്നാണ്. അപ്പോഴൊന്നും നമുക്ക് കംപ്ലൈന്റുകൾ കിട്ടിയില്ല. പക്ഷെ ഓഫ് റോഡ് കയറാൻ നോക്കുമ്പോഴാണ് ഇതിന്റെ പെർഫോമൻസ് ചെറിയൊരു കമ്മി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ GFS ആണ്. 4 വീലില് നമ്മൾ ഓഫ് റോഡ് ഇട്ട് കയറുമ്പോൾ ചെറിയൊരു മൈനോട്ട് പവർ കമ്മി ഫീൽ ചെയ്തപ്പോൾ നമ്മൾ അതിന്റെ ഹെഡ്, അതിന്റെ
ഒരു പമ്പ് വരുന്നുണ്ട്, വാക്വം പമ്പോ എന്തൊരു പമ്പ് വരുന്നുണ്ട്, അതുപോലെ റേഡിയേറ്റർ ഒക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒറിജിനൽ സ്പെയർ കേട്ടോ, ഒക്കെ ഒറിജിനൽ സ്പെയർ ആണ്. നമ്മൾ അതിന്റെ പാക്കിംഗ് ഒന്നായിട്ട് വാങ്ങിയപ്പോ പാക്കിംഗ് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ ഒറിജിനൽ സ്പെയർ അതിൽ നമ്മൾ മാറിയതാണ്. അതും ഈ സാധനം നമുക്ക് തായ്ലൻഡിൽ നിന്നാണ് വരുത്തിയത്. 2 ആഴ്ചക്കുള്ളിൽ സാധനം ഇവിടെ എത്തി ഫിറ്റാക്കി കയറ്റി. അപ്പൊ നിങ്ങൾ വണ്ടിക്ക് പണി കിട്ടുമ്പോൾ പണി എടുക്കാനും നമ്മൾ പഠിക്കണം. കാരണം ഈ വണ്ടിക്ക് ഇപ്പൊ നിലവിൽ നമുക്കൊരു ഇപ്പൊ വർക്ക് എടുത്തപ്പോ മൊത്തം വർക്ക് എടുക്കാൻ ഒരു 10,000-60,000 രൂപ 70,000 രൂപന്റെ അടുത്ത് സർവീസ് കോസ്റ്റ് അടക്കം വന്നിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മളിത് മുമ്പ് വിൽക്കാൻ വെച്ചിരുന്നു ഈ വണ്ടി. അന്ന് സമയത്ത് നമ്മൾ അത് ശ്രദ്ധിച്ചില്ല, കാരണം ഓഫ് റോഡ് നമ്മൾ കയറിയിട്ടില്ലായിരുന്നു. നമുക്ക് റോഡിലൂടെ ഓടിക്കാനും യാതൊരു പെർഫോമൻസ് കമ്മിയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ഓഫ് റോഡ് പരീക്ഷണപ്പോൾ അതിന്റെ കുറച്ച് പവർ കമ്മിയുള്ളത് മനസ്സിലായത്. അപ്പൊ നമ്മൾ കമ്പനി നേരെ നമുക്ക് അറിയുന്ന അടിപൊളി വർക്ക്ഷോപ്പിൽ കയറ്റി എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എഞ്ചിനൊക്കെ പക്കാ എഞ്ചിന് 180 ഓടിയിട്ടുണ്ട്. ഇനി എഞ്ചിൻ ഭാഗത്തേക്ക് ഒരു തരി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓയിലും ഫിൽറ്ററൊക്കെ ഞാനാണ് മാറിയത്. അപ്പൊ ഗ്യാരണ്ടിയാണ്. കസ്റ്റമർ ഒരു 10 രൂപ കൂട്ടി കിട്ടാൻ വേണ്ടിട്ട് 10 രൂപ ചിലപ്പോ കഴിഞ്ഞ ആഴ്ച മാറിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഞാനാണ് മാറിയത്. എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാം. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 10,000 കിലോമീറ്റർ ഇനി കൺഫേം ആയിട്ട് ഓടാ. സബ് ആമ്പൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട്. കുറച്ചു കാലം നമ്മള് ഒരു ക്രൈസുള്ള വാഹന കച്ചവടക്കാരനാണ്. വണ്ടി വിറ്റ് വാങ്ങിനേക്കാൾ കൂടുതൽ നമുക്കൊരു ക്രൈസുള്ള. ഇത് കഴിഞ്ഞപ്പോ ഞാൻ എൻഡോവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചെറിയ ചെറിയ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. എൻഡോവറാണ് ഇത് കഴിഞ്ഞ് അടുത്ത എൻഡോവർ, ഇനി അടുത്തത് അങ്ങനെ റാംഗ്ലർ. അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷകളും ആശകളും ഉണ്ട്. സാധിക്കട്ടെ. ഇത് 4 വീല് ഡ്രൈവ് 2007 മോഡൽ 1,50,000 കിലോമീറ്റർ പക്ക കേരള വണ്ടി. റീ രജിസ്ട്രേഷൻ വണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഒറിജിനൽ കേരള KL 01 വാഹനമാണ്. ഇത് എടുത്തപ്പോ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് നിന്റെ പഴയ ഓണർ, ആദ്യം എടുത്ത ഓണർ ഈ വണ്ടിക്ക് ഓഫർ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ കംപ്ലൈന്റ് മുമ്പ് സാറേ ഞാനിത് ഇത്രയും പണി എടുത്തിട്ടുണ്ട്, ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇത് കച്ചവടം ആവാൻ സാധ്യത ഉണ്ട്. തിരുവനന്തപുരത്തേക്ക് തന്നെ അവർ വന്ന നാട്ടിൽ തന്നെ കൊണ്ടുപോകും ചിലപ്പോൾ. ഇത് ആദ്യത്തെ ഓണർ, ഇപ്പോഴത്തെ ഓണറല്ല, ആദ്യത്തെ ഓണർ എന്നെ വിളിച്ചിട്ട് ഓഫർ റേറ്റ് ഇട്ടിട്ടുണ്ട്. 5,90,000 രൂപക്ക് കൊടുക്കുക കസ്റ്റമർക്ക്. ഒരു 70,000 രൂപൻ്റെ അടുത്ത് ഞാൻ വർക്ക് എടുത്തിട്ടുണ്ട്. ബില്ല് സഹിതം നമ്മൾ മാറിയ സ്പെയർ അടക്കം അതിൽ കിടക്കുന്നുണ്ട്. ഒക്കെ ജെന്യുവിൻ പാർട്സ്. ഒരു സാധനം നമ്മൾ ലോക്കൽ ഉഡായിപ്പ് ചെയ്യൂല. നല്ല ഒറിജിനൽ സ്പെയർ, അതിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ, ഒറിജിനൽ റേഡിയേറ്റർ, അതിൻ്റെ പമ്പുകൾ കാര്യങ്ങളൊക്കെ ഒറിജിനൽ. നല്ല കസ്റ്റമർക്ക് 5,90 കൊടുക്കുക. ഇനിയും കുറച്ച് കൊടുക്കുക. സബ് ആമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫ്രീ ആയിട്ടുണ്ട്. കണ്ണും പൂട്ടി ധൈര്യമായിട്ട് എടുക്കുക. ജീപ്പ് കോമ്പസ് 4 ലക്ഷം രൂപ ഒരിക്കലും ഒഴിവാക്കരുത്. ഇനിയിപ്പോ നമ്മളിത് ഇവിടെ തൽക്കാലം നമ്മള് ഫസ്റ്റ് പാർട്ട് ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്തൊരു പാർട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് മറാസോ. മറാസോ 4 വണ്ടി വരുന്നുണ്ട്. 4 വണ്ടിയും ഫുൾ ഓൺ അല്ല, ഒരു 2 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന 4 വണ്ടികൾ. ഇതാണ്. പിന്നെ ബലീന ഇതൊക്കെ ഫുൾ ഓണിന്റെ പുറമെ 25,000 രൂപ. പിന്നെ ഒരു പോളോ GT ഓട്ടോമാറ്റിക് TSI, അതുപോലെ തന്നെ ഇറ്റിയോസ് ലിവ കേരള വണ്ടി. എല്ലാം ഹാച്ച് ബാക്കുകൾ നല്ല നേരെ വരുന്നുണ്ട്. SUV-കള് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു പാർട്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ വരും. ലാൻസർ ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എസ്ക്രോസ് അൾട്ടിസ് പക്ക കേരള വണ്ടി. ഇത് നമ്മൾ ഹോണ്ട സിറ്റി കൊല്ലത്തോട്ട് കസ്റ്റമർ ഒരു 10 രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ട്. 10,100 രൂപ. നമ്മളെ വിശ്വസിച്ച ആ ആള് ഒരു പ്രായമുള്ള ഒരാളാണ്, ഒരു 60 വയസ്സുള്ള ഒരാളാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് നമ്മളെ വിശ്വസിച്ച് അവിടുന്ന് 2 ദിവസം ഒരു വട്ടം എറണാകുളത്ത് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം അവർ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് വണ്ടി കണ്ട് 10,100 രൂപ ടോക്കൺ ചെയ്തിട്ടുണ്ട്. ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ അവർ വണ്ടി അവർ കൊല്ലത്തോട്ട് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ആർബി മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ കൂടി പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ വണ്ടൂരാണ്. വണ്ടൂര് റിലയൻസ് ട്രെൻഡ്സ് പെരിന്തൽമണ്ണ റൂട്ടിൽ, പെരിന്തൽമണ്ണ പോകുന്ന വഴിയാണ്. വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ പോകുന്ന വഴി. പെരിന്തൽമണ്ണ നിന്ന് പോരുമ്പോൾ വണ്ടൂർ ടൗൺ എത്തുന്നതിന് മുമ്പ് 1 കിലോമീറ്റർ റിലയൻസിന്റെ ട്രെൻഡ്സ് തൊട്ട് ചാരി വ്യാപാരി ഭവൻ റോഡ് കയറി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ 200 മീറ്റർ പോന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്. വീടിന് ചുറ്റും ചെറിയൊരു സംരംഭം ആർബി മോട്ടോഴ്സ്. എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക. കൈവന്ന പരമാവധി പെട്ടെന്ന് ടോക്കൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓഫറുകളുണ്ട്. റേറ്റ് കുറഞ്ഞ ഓഫറുകളുണ്ട്. നല്ല ഓഫർ. അപ്പോൾ ഈ ഒരു 23, 24 കിടക്കുമ്പോൾ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഡോക്യുമെന്റ് നമുക്ക് EMI അടക്കാൻ തയ്യാറാണോ? അവർക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് വരെ ഫ്രീ. അതേപോലെ ചില ബാങ്കുകളിൽ 15 രൂപ 12 രൂപ 10 രൂപ 8 രൂപ ഒക്കെയാണ്. അതെല്ലാം ഫ്രീ ആണ്. ഫുൾ ഓൺ കിട്ടുന്ന വാഹനങ്ങളിൽ അതായത് അധികം ആളുകൾക്കും ഡൗൺ പേയ്മെന്റ് ആണ് പ്രശ്നം.
അപ്പൊ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇല്ല, നല്ല ട്രാക്ക് കാര്യങ്ങൾ ഓക്കെ ആണോ, നമുക്ക് ഈ കസ്റ്റമർക്ക് വണ്ടിക്ക് ഡോക്യുമെന്റേഷൻ ചാർജും വേണ്ട, എടുക്കണ സമയത്ത് ഒരു ഉറുപ്പ്യ കൊടുക്കാതെ നേരെ ഡോക്യുമെന്റും കൊടുത്ത് വണ്ടി കൊണ്ടുപോകാം. അപ്പൊ എന്താ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പല ആളുകളും ഈ ഒരു സമയത്ത് നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ടാവും. അത്ര ആളുകൾക്കൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പൊ നമ്മൾ അബി മോട്ടോഴ്സ് വണ്ടൂര്, അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാക്സിമം എടുക്കുന്നവർ ഈ ഒരു 1-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു 1-ാം തീയതിക്ക് മുമ്പ് എടുക്കുന്നവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 രൂപയ്ക്ക് നമ്മൾ അറിയാതെ ഹിഡൻ ചാർജ് ആയിട്ട് പോകുന്നൊരു എമൗണ്ട് ആണ്. ആ എമൗണ്ട് ഒക്കെ നമ്മൾ ഫുൾ ഓൺ വണ്ടികളിൽ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്. ഒരു 10,000 രൂപക്ക് ഒരു വണ്ടിക്ക് നമുക്ക് കുറച്ചിട്ട് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തന്നെ. നമ്മളെ പ്രൈസ് ഒക്കെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10,000-15,000 ഒക്കെ വരും അധികം. അതാണ് നമ്മൾ കുറച്ചു കൊടുക്കുന്നത്. ഈ ഫുൾ ഓൺ വണ്ടികളിൽ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചു കൊടുക്കുന്നതാണ് ഫുൾ ഓൺ ആക്കുന്നത്. അതിന് വീണ്ടും റേറ്റ് കുറയ്ക്കാണ്. അതിന്റെ പുറമെ ഒരു ഏകദേശം ആ റേഞ്ചിൽ വരുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്. ഇതെല്ലാം 1-ാം തീയതിക്ക് മുമ്പായിട്ട് ബുക്ക് ചെയ്യുന്ന ആളുകൾക്കേ ഉണ്ടാവുള്ളൂ. ശേഷം കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്തൊരു കിഡ്ലം പാർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. ഇതിന് നമുക്ക് വരാനുള്ളത് ഹാച്ച് ബാക്കുകൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങൾ SUV കണ്ട ആളുകൾക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികൾ ഇല്ലല്ലോ എന്നുള്ള സംശയമുള്ളവർക്ക് അടുത്ത ദിവസം നമ്മൾ ഇതാവണം ഒരു കിഡ്ലൻ ഹാച്ച് ബാക്ക് കളക്ഷനും സിറ്റിയും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു അടിപൊളി പാർട്ടിയായിട്ട് ഉടൻ വരും. അപ്പോൾ വെയിറ്റ് ചെയ്തോളി, മാക്സിമം ഷെയർ ചെയ്തോളി, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.